പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 3-4 വറ്റൽമുളകും കൂടി ചതച്ചിട്ട് അതിലേക്ക് 3-4 പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം വിട്ട ശേഷം അതിലേക്ക് 2 വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവുന്നവരെ ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് ഒരു 3/4 കിലോളം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തോടെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ.